ഈ ബുദ്ധിമുട്ടുകളും പോരായ്മകളും പരിമിതികളുടെയും ഉണ്ടായിരുന്നിട്ട് പോലും എന്നും പല കാരണങ്ങൾ കൊണ്ടും വെട്ടത്തൂർ ഹൈസ്കൂള് സമ്പന്നമായിരുന്നു. അതായത് 1979 മൂന്നാമത്തെ ഹെഡ് മാസ്റ്ററായിട്ട് വന്ന PT ജോർജ് സാർ എന്ന പ്രഗത്ഭൻ്റെ വരവോടുകൂടി വെട്ടത്തൂർ ഹൈസ്കൂളിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുകയുണ്ടായി. സാർ വന്ന് ആദ്യമായിട്ട് കലുഷിതമായ വെട്ടത്തൂർ ഹൈസ്കൂളിൽ ഒരു നല്ല കൂട്ടായ്മ ഉണ്ടാക്കുകയും ആ കൂട്ടായ്മ എന്നും അന്നും ഇന്നും എന്നും വെട്ടത്തൂരിൻ്റെ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനായിട്ട് സഹായിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ജോർജ് സാറ് മുഴുവൻ കുട്ടികളെയും അധ്യാപകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് 4 ഹൗസുകൾ ഉണ്ടാക്കുകയും മാക്സിമം മത്സര ബുദ്ധിയോടുകൂടിയും വീറും വാശിയോടുകൂടി 3 ദിവസം നീണ്ടു നിൽക്കുന്ന യുവജനോത്സവങ്ങൾ സംഘടിപ്പിക്കുമായിരുന്നു. ആ യുവജനോത്സവങ്ങളിൽ അധ്യാപകർ തന്നെ കുട്ടികളെ മോണാക്ട്, മിമിക്രി, നാടകങ്ങൾ, കഥാപ്രസംഗങ്ങൾ, എല്ലാവിധ കവിതകൾ, ലളിതഗാനങ്ങൾ മുതലായ എല്ലാം പഠിപ്പിക്കുകയും കുട്ടികളെ ഒരുക്കി സ്റ്റേജിൽ കയറ്റുകയും ചെയ്തിരുന്നു. അന്നത്തെ ചില ഓർമ്മകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാനും ജോഷുവ മാസ്റ്ററും പീതാംബരം മാസ്റ്ററും മാറി മാറി കഥാപ്രസംഗങ്ങൾ എഴുതി കുട്ടികളെ പരിശീലിപ്പിച്ച് അത് സ്റ്റേജിൽ കയറ്റിയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ടവർ 82 യാക്കൂബ് PKയും 81 ഫാനി പളനും 83 ഷംസുദ്ദീൻ പച്ചീരിയും ഒക്കെയായിരുന്നു. അവരുടെയൊക്കെ അതുപോലെ തന്നെ മാടാമ്പറ റസിയ, അജിതകുമാരി PV ഇവരുടെയൊക്കെ കഥാപ്രസംഗങ്ങൾ, അവതരിപ്പിച്ച കഥാപ്രസംഗങ്ങളും അവർ പാടിയ ഈരടി ഗാനങ്ങളും ഇന്നും ഞങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്നു. അതുപോലെ തന്നെ യുവജനോത്സവങ്ങളിൽ ആദ്യമായിട്ട് പരിചമുട്ടുകളി ഏർപ്പെടുത്തിയപ്പോൾ ഞാനും ജോഷുവ മാഷും യൂസഫ് മാഷും ഒരു ആശാൻ്റെ അടുത്ത് പോയി പഠിക്കുകയും ഇവിടെ വന്ന് കുട്ടികളെ പരിശീലിപ്പിക്കുകയും ചെയ്തു. പിന്നീട് പുതിയ ആശാനെ കൊണ്ടുവന്ന് പരിചമുട്ടുകളി പഠിപ്പിച്ച് സബ് ജില്ല, ജില്ല, സംസ്ഥാന തലം വരെ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് വെട്ടത്തൂർ ഹൈസ്കൂളിൻ്റെ ഒരു കുത്തകയാക്കി മാറ്റി. അതുപോലെ തന്നെ മാർഗംകളി ഞാനീ ടീച്ചറിൻ്റെ ശിക്ഷണത്തിൽ റെഹാൻസ് ടീച്ചർ, തങ്കശ്രീ ടീച്ചറിൻ്റെയൊക്കെ സഹായത്താൽ എന്നും വെട്ടത്തൂരിൻ്റെ ഒരു ഹരമായി മാറിയിരുന്നു. അതുപോലെ തന്നെ കാലാകാലങ്ങളിൽ KE സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ വെട്ടത്തൂരിൻ്റെ ഹരമായ ഒപ്പനയും, അതുപോലെ 80കളുടെ തുടക്കത്തിൽ 81 തോന്നുന്നു ഗീതാ P. സേവിയർ പാർട്ടി അവതരിപ്പിച്ച പൂമ്പാറ്റ എന്ന ഡാൻസോടുകൂടി എന്നും എല്ലാ വർഷവും പുതിയ പുതിയ ഡാൻസുകൾ അവതരിപ്പിച്ചുകൊണ്ട് വെട്ടത്തൂരിൻ്റെ ഹരമായി മാറിയിരുന്നു. നാട്ടുകാരായിട്ടുള്ള അധ്യാപകർ ഉസ്മാൻ മാഷ്, രാജൻ മാഷ്, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ മാഷ്, സമീപവാസികളായ റെഹാൻസ് ടീച്ചർ, ശിവശങ്കരൻ മാഷ്, ഗോപാലകൃഷ്ണൻ മാഷ്, ദാനിയൽ മാഷ്, രാധാകൃഷ്ണൻ മാഷ്, മൊയ്തീൻ മാഷ് ഇവരുടെയൊക്കെ സഹായങ്ങൾ വെട്ടത്തൂർ ഹൈസ്കൂളിന് എന്നും വലുതായിരുന്നു. പിന്നീട് യാക്കൂബ് മാസ്റ്ററുടെ വരവോടുകൂടി വെട്ടത്തൂർ ഹൈസ്കൂള് മാപ്പിളക്കലകളുടെ ഈറ്റില്ലമായി മാറുകയും ചെയ്തു. യാക്കൂബ് മാസ്റ്ററുടെ കാലത്ത് രാധാകൃഷ്ണൻ മാസ്റ്ററും കരീം മാഷ് പ്രിൻസിപ്പളായിരുന്നപ്പോൾ ശാസ്ത്ര സാമൂഹിക രംഗങ്ങളിലും പ്രത്യേകിച്ച് പച്ചക്കറി തോട്ടങ്ങൾ, ഫോട്ടോഗ്രാഫി, ഡോക്യുമെൻ്ററി എന്ന തരത്തിലൊക്കെ വെട്ടത്തൂർ ഹൈസ്കൂളിനെ ഉന്നതങ്ങളിൽ എത്തിക്കാനായിട്ട് സാധിച്ചു. ഇങ്ങനെ കല, കായിക, സാഹിത്യ, സാംസ്കാരിക, സാമൂഹ്യ, ശാസ്ത്ര രംഗത്തും പഠനത്തിലും എല്ലാം വെട്ടത്തൂർ ഹൈസ്കൂള് എന്നും മുൻപന്തിയിൽ ആയിരുന്നു. ഇതൊക്കെ സാധിച്ചത് വെട്ടത്തൂർ ഹൈസ്കൂളിലെ ഡിസിപ്ലിനാണ്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്നും മലപ്പുറം ജില്ലയ്ക്ക് തന്നെ വെട്ടത്തൂർ ഹൈസ്കൂള് ഒരു മാതൃകയായിരുന്നു. ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ പ്രധാനമായിട്ടും കുട്ടികളെ നല്ലവണ്ണം ശിക്ഷിക്കുമായിരുന്നു. അങ്ങനെ ശിക്ഷിക്കുന്നതിൽ രക്ഷിതാക്കൾക്കോ വിദ്യാർത്ഥികൾക്കോ യാതൊരു പരാതിയും ഉണ്ടായിരുന്നില്ല. അത് മനസ്സിലാക്കിയത് ഈ 45 വർഷം കഴിഞ്ഞ്
പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സമ്മേളനത്തിൽ വെച്ച് കുട്ടികൾ പറയാറുണ്ടായിരുന്നു, സാറ് ചിരിച്ചുകൊണ്ട് അടിക്കുമ്പോൾ മറ്റുള്ള കുട്ടികളും ചിരിക്കുമ്പോൾ ഞങ്ങളുടെ വേദനകൾ ഞങ്ങൾ മറന്നു പോവുകയും അത് ഞങ്ങളെ കൂടുതൽ നന്മയിലേക്ക് എത്തിക്കുകയും ചെയ്തെന്നുള്ള ഒരു അനുഭവങ്ങൾ ഷെയർ ചെയ്തപ്പോൾ അത് പരമാർത്ഥമാണെന്ന് മനസ്സിലായി. അത് തന്നെയല്ല, രണ്ടാമത്തെ കാരണം രക്ഷിതാക്കളുമായിട്ടുള്ള ബന്ധം അന്നത്തെ കാലത്തെ അധ്യാപകർക്ക് വളരെ കൂടുതലായിരുന്നു. അതും മനസ്സിലാക്കിയത് ഈ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമത്തിൽ കുട്ടികൾ വന്നു കഴിഞ്ഞിട്ട് 45 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് വന്ന കുട്ടികൾ ചോദിക്കുകയുണ്ടായി, സാറേ ഞങ്ങളെ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഉൽപ്പം പറയാമെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയാമെന്ന് പറഞ്ഞ് അവർ ഉൽപ്പം പറഞ്ഞപ്പോൾ ആ വീട്ടിൽ നിന്ന് പഠിച്ച ഓരോ കുട്ടികളുടെയും പേരുകൾ മണിമണി പോലെ പറഞ്ഞപ്പോൾ കുട്ടികൾ അന്തം വിട്ടുപോയി. ഇത്രമാത്രം ഓർമ്മ സാറിന് എങ്ങനെ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ അത്ര ബന്ധമായിരുന്നു അന്നത്തെ കാലത്ത് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ. തന്നെയുമല്ല, യൂത്ത് ഫെസ്റ്റിവലിലും പഠനയാത്രയിലും മറ്റും ആദ്യകാലങ്ങളിൽ പെൺകുട്ടികളെ വീട്ടിൽ നിന്ന് വിടാതിരിക്കുമ്പോൾ അധ്യാപകർ തന്നെ വീടുകളിൽ ചെന്ന്, അതിൻ്റെ ഒരു ഉദാഹരണം 82 ബാച്ചിലെ സൈനബ എന്നൊരു കുട്ടിയുടെ വീട്ടിൽ, കാപ്പങ്കൽ സൈനബയുടെ വീട്ടിൽ ചെന്നപ്പോൾ രക്ഷിതാവ് പറഞ്ഞത്, കുട്ടിയെ വിടാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ വല്യപ്പ അറിയരുത്. വല്യപ്പ അറിയാതെ രക്ഷിതാവ് തന്നെ ഉമ്മാൻ്റെ കുടിയിൽ കൊണ്ടാക്കുകയാണെന്ന് പറഞ്ഞിട്ട് നേരെ സ്കൂളിൽ കൊണ്ട് ആക്കുകയാണ് ചെയ്തത്. അങ്ങനെ വീടാന്തരം തോറി പഠനയാത്രയിലും യുവജനോത്സവങ്ങളും കുട്ടികളെ സംഘടിപ്പിക്കുകയും അങ്ങനെ അഭേദ്യമായ ഒരു ബന്ധം രക്ഷിതാക്കളുമായിട്ട് അന്നത്തെ കാലത്തെ അധ്യാപകർക്ക് ഉണ്ടായിരുന്നു. അതുതന്നെയാണ് ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ അടിച്ചു കഴിഞ്ഞാലും രക്ഷിതാക്കൾക്കോ വിദ്യാർത്ഥികൾക്കോ യാതൊരു പരാതിയും ഉണ്ടായിരുന്നു. 50 വർഷങ്ങൾക്ക് താഴെയുള്ള വർഷങ്ങളിലെ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം നടക്കുമ്പോൾ അന്ന് വാസ്തവത്തിൽ അന്നത്തെ കാലത്തെ കുട്ടികളുടെയും അധ്യാപകരുടെയും ഓർമ്മകളെ, സ്നേഹം, അതുപോലെ തന്നെ അനുഭവങ്ങളെ പരസ്പരം ഷെയർ ചെയ്തപ്പോൾ ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ തന്നെ വയ്യ. ഇങ്ങനെയൊരു ഫീലിംഗ് ഒരിക്കലും ഞങ്ങൾക്കുണ്ടാകുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പണ്ട് ഏതോ ഒരു മാഷ്, പീതാംബരൻ മാഷാണെന്ന് തോന്നുന്നു, ഇനിയൊരു ജന്മം ഉണ്ടാവുകയാണെങ്കിൽ അത് വെട്ടത്തൂർ വേണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് ഞങ്ങളെ സാറിനെ കളിയാക്കിയെങ്കിലും ഇന്ന് 45 വർഷത്തിന് ശേഷം പഠിപ്പിച്ച കുട്ടികളുമായിട്ട് അനുഭവങ്ങൾ ഷെയർ ചെയ്തപ്പോൾ ഉണ്ടായ സന്തോഷം അത് സത്യമാണെന്ന് വളരെ അത്ഭുതകരമായിട്ട് തന്നെ തോന്നി.